ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ 17ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ മിങ്ങിനെ കാണിക്കും കേട്ടോ. മിങ് വന്നിട്ട് ലിങ്ങിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ കാണുന്ന സമയത്ത് ഡോക്ടർ അവൻ്റെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് പറയുകയാണ് അവൻ്റെ സ്പൈന് നട്ടലിന് വന്നിട്ട് ഒരു അറ്റാക്ക് നടന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അവനിനി ഭാവിയിൽ ചിലപ്പോൾ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും, അവൻ പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് മിങ് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്താണ് നമ്മൾ ലിങ് എണീക്കുന്നത്. അപ്പോൾ ലിങ് എണീക്കുന്ന സമയത്ത് കഞ്ഞി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാം കേട്ടോ. ആ സമയത്ത് ഇവനൊരു കാര്യം ആലോചിക്കണം. ആക്ച്വലി സംഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ആ ഡോക്ടർക്ക് ആ ഒരു നേഴ്സ് കൊടുത്ത ഫയൽ മാറിപ്പോയതാണ്. ആക്ച്വലി വന്നിട്ട് അത് ഇവൻ്റെ ഫയലല്ലായിരുന്നു. മാത്രമല്ല ഡോക്ടർ വന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞു കാണും, ആ ഒരു പെണ്ണ് എപ്പോഴും ഇവൻ്റെ കൂടെയുള്ള പെണ്ണെന്ന് പറഞ്ഞാൽ മിങ്ങില്ല, അവളുടെ അടുത്ത് ഇങ്ങനെ തെറ്റി പറഞ്ഞു പോയി, അവളെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോയി കാണും. പക്ഷെ അവനാണെങ്കിൽ ഇനിയിപ്പോൾ എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് കാണിക്കുവാണ് നമ്മുടെ ഹാൻ അതുപോലെ തന്നെ നിക്ക് രണ്ടുപേരും വന്നിട്ട് നമ്മുടെ ലിങ്ങിനെ കാണാനായിട്ട് വന്നിട്ട് കേട്ടോ. അപ്പം മിങ്ങാണെങ്കിൽ അവിടുന്ന് പോകുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ചോദിക്കുകയാണ്, എന്ത് പറ്റി, നിനക്ക് ഇങ്ങനെ പാരലൈസ് ആണോ, കാലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ലിങ് പറയണേ എനിക്കൊരു കുഴപ്പമില്ലെന്നും. അപ്പം നിക്കും ഹാനും പറയണം അല്ല മിങ് അങ്ങനെയല്ലോ പറഞ്ഞതെന്ന് പറയുന്ന സമയത്തും ഇവൻ നടന്ന കാര്യം പറയാം. മാത്രമല്ല അപ്പം നിക്ക് പറയണം നീ എന്തുമായാലും ഇപ്പോൾ അവൾ സത്യം തുറന്ന് പറയണ്ട, കാരണം അവൾക്ക് ഇതിനോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്ന് ഈ വഴി അറിയാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്തും ലിങ്ങും ചോദിക്കും ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്ന് കേട്ടോ. ഇനിയാണെങ്കിൽ നമ്മുടെ വിറ്റ് അതുപോലെ രണ്ടുപേരും ഗ്രാൻഡ്മയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവർ ട്രാവൽ ചെയ്ത് ഏകദേശം രാത്രിയൊക്കെ ആയി. ആ സമയത്ത് ഇവരിങ്ങനെ റോഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ വണ്ടി അങ്ങ് പഞ്ചറാവും. പിന്നെ വേറെ വഴിയൊന്നുമില്ല, അടുത്ത് ഏതെങ്കിലും ഒരു ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് പോയേ പറ്റത്തുള്ളൂ. ഇനി അവരാണെങ്കിൽ പോകുന്നൊരു ഹോട്ടലിൽ നോക്കുവാണെങ്കിലോ അവിടെയാണെങ്കിൽ ഇത്തിരി അങ്ങ് വലിയ ഇതാന്ന് പറയാൻ പറ്റത്തില്ല, ഇച്ചിരി ലക്ഷറിയസ് ആയിട്ടുള്ള ഹോട്ടലാണ്. ഇവരാണെങ്കിൽ കപ്പിൾസും കൂടിയല്ലേ. അപ്പോൾ ആ ഒരാൾ വന്നിട്ട് ഇവർക്ക് വന്ന് കാണിച്ചു കൊടുക്കുന്ന ഹോട്ടലിലുള്ള മുറികളെല്ലാം വന്നിട്ട് ഒരുമാതിരി പലതരത്തിലുള്ള തീമുകൾ, ജംഗിളിൻ്റെ തീം, സ്പേസിൻ്റെ തീം, അതുപോലെ അക്വേറിയത്തിൻ്റെ തീം എന്ന് പറയുന്ന പോലെ പല ടൈപ്പ് തീമുകളുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഇതൊന്നും സെറ്റ് ആവാതെ ലാസ്റ്റ് അതൊന്നും ഇല്ലാതെ ഇച്ചിരി കുറഞ്ഞിരിക്കുന്ന തീം എന്ന് പറയുന്നത് ഗിഫ്റ്റിൻ്റെ തീം മാത്രം. അപ്പോൾ ഗിഫ്റ്റ് ഉള്ള റൂമാണ് അവർ സെലക്ട് ചെയ്ത് കയറുന്നത് കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിലുള്ള ഗിഫ്റ്റ് അല്ല, വേറെ രീതിക്കുള്ള ഗിഫ്റ്റുകളാണ്. പക്ഷേ എങ്കിലും ഓക്കെ കുഴപ്പമില്ല, അവർ രണ്ടുപേരും കയറും. അപ്പോൾ വിറ്റിയാണെങ്കിൽ കയറി ഉടനെ നമ്മൾ ക്യാമറയൊക്കെ അന്വേഷിക്കുന്നത്. ക്യാമറ ഒന്നും ഇല്ലെന്ന് പറയുന്ന സമയത്തും ഇവൾ കുളിക്കാനായിട്ട് പോകണം. അവസാനം ഇവൾ കുളിച്ചൊക്കെ വരുന്ന സമയത്തും ലാസ്റ്റ് ഇവനാണെങ്കിൽ ഇരുന്നിട്ട് ഇവൻ്റെ അമ്മ ഇവനെ വീഡിയോ കോൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവൻ സംസാരിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ കൊച്ചിനെ എടുത്തുകൊണ്ടൊക്കെ വരിക. അപ്പോൾ ഇവൻ്റെ അമ്മ, നമ്മുടെ പയ്യൻ്റെ അമ്മ ചോദിക്കുകയാണ്, അല്ല എൻ്റെ അടുത്ത് റൈൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താ ഇപ്പോഴേ ഒരു കുഞ്ഞൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുന്ന സമയത്ത് ബൈ പറയാം ഇത് വന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞൊന്നും അല്ലെന്ന് പറഞ്ഞ് അമ്മയെ ബോധിപ്പിക്കുവാണ്. അപ്പോൾ അമ്മ ചോദിക്കും ഇതല്ല എൻ്റെ ഭാവി മരുവാണെന്ന് ചോദിക്കുന്ന സമയത്ത് ബൈ പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അപ്പോൾ ഈ ബൈൻ്റെ അമ്മയ്ക്ക് വന്ന് ആക്ച്വലി വന്ന് വിറ്റ് ഒരു പോലീസുകാരിയായിട്ടിരിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഉപേക്ഷിക്കുന്ന കാര്യമൊക്കെ പറയുന്ന സമയത്തും ബൈ ആണെങ്കിൽ ആ ഫോൺ കെട്ടിയിട്ട് അങ്ങ് പോവാണ്. അപ്പോൾ നമ്മുടെ ബൈൻ്റെ അമ്മയാണെങ്കിൽ ബൈൻ്റെ പപ്പയെടുത്ത് പറഞ്ഞു കണ്ടില്ല അവൻ എന്തോരം ധൈര്യം ഉണ്ടെങ്കിൽ അവൻ ആ ഫോൺ കട്ട് ചെയ്ത് പോയെന്ന് പറയുന്ന സമയത്തും നമ്മുടെ ബൈൻ്റെ പപ്പ പറയാം നീ അങ്ങ് കൂളാവും, അവൻ ഇത്രയും വയസ്സായില്ല, ഇനി അവൻ്റെ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ അവൻ അറിയാതിലൊന്നും നീ തലയിടാൻ നിൽക്കണ്ടെന്നൊക്കെ പറയുവാണ്. ഇനി ബൈയും വിറ്റിയും കൂടി കിടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൊച്ചുണ്ടല്ലോ, ആ ഒരു കുഞ്ഞ് അതിന് നടുക്കെടുത്തിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും കിടന്നാണ് അവർ ഉറങ്ങുന്നത്. എന്നിട്ട് പിറ്റേന്ന് തന്നെ ഇവരാണെങ്കിൽ ആ കൊച്ചിൻ്റെ പാരൻസിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിക്കുമോ. തിരിച്ചു വരുന്ന സമയത്താണെങ്കിൽ വിക്റ്റി ആണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരും, വേറെ ഒന്നുമില്ല, അവൾക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട്. ആ കുഞ്ഞിപ്പോൾ 2-3 ദിവസമായിട്ട് ഇവരുടെ കൂടെ അല്ലായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ പിരിയുമ്പോൾ അവർക്ക് നല്ല സങ്കടമുണ്ട്. എന്നിട്ട് അവരങ്ങ് നടന്നു പോയിട്ട് കാറിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് നിക്ക് വന്നിട്ട് നമ്മുടെ ബൈനെ വിളിക്കുവാട്ടോ. എന്നിട്ടൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ ഒരു പെണ്ണ് വന്നിട്ട് ഈ കൊച്ചിൻ്റെ അമ്മയാന്ന് കള്ളം പറഞ്ഞൊരു പെണ്ണില്ലായിരുന്നോ, അവൾ വന്ന് ശരിക്കും പറഞ്ഞാൽ ബാങ്കോക്കിൽ എങ്ങാണ്ടാണ് അവളുടെ ഒരു സ്ഥലം, നിങ്ങളത് ഏകദേശം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്തിട്ട് ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് ബയ്യൻ്റെ അടുത്ത് പറയും. ബയ്യാണെങ്കിൽ പറഞ്ഞാൽ ഞങ്ങളിതാ തിരിച്ചെന്നും പറഞ്ഞിട്ട് അവർ കാറെടുത്ത് അവിടെ നിന്ന് തിരിക്കുവാണ്. അവിടുന്ന് സീൻ കട്ടായി കഴിഞ്ഞ് ഒരു റെഡ് സ്ട്രീറ്റിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ആ റെഡ് സ്ട്രീറ്റിൽ വന്നിട്ട് ഒരു ഫോറിനറെ ഒരാൾ വന്നിട്ട് കുറേ പെൺപിള്ളേരെ അടുത്ത് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് അതിലൊരു പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ട് ആ പെങ്കൊച്ചിൻ്റെ കൂടെ തെറ്റായ രീതിക്കായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഈ പെണ്ണിനെ തൊടുന്ന സമയത്ത് ഈ പെണ്ണിൻ്റെ തുടയിൽ വന്നിട്ട് ആ ഒരു ലൂഗറിൻ്റെ ആ ഒരു ടാറ്റു ഉണ്ടല്ലോ സ്നേക്കിൻ്റെ, അത് വന്ന് ഈ പെണ്ണിൻ്റെ കാലിലുണ്ട്. മാത്രമല്ല ഈ പെണ്ണ് വന്ന് ഇയാളുടെ കഴുത്തിൽ ഒരു ഇഞ്ചക്ഷൻ ഇട്ട് ഇയാളെ മയക്കുവാണ്. ഇനി പിറ്റേന്ന് കാണിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മുടെ വിറ്റിയാണെങ്കിൽ ആ ഒരു പെണ്ണില് കള്ളം പറഞ്ഞില്ല, ആ കൊച്ചു തൻ്റെയാന്ന് കള്ളം പറഞ്ഞ പെണ്ണില് ആ പെണ്ണിൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ചെന്നിരിക്കുവാണ്. ആ സമയത്ത് ഈ പെണ്ണിന് വന്നിട്ട്
കുറച്ച് ദിവസമായിട്ട് ഫുഡൊന്നും ചൊവ്വനെ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഷുഗർ വന്ന് ഭയങ്കര കുറവാണ്. അവിടെ തന്നെ ഒരു മിഠായിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആ ഒരു മിഠായി കവർ പൊട്ടിക്കുന്ന ആ പെണ്ണ് വളരെ ഇതായിട്ട് നോക്കിയിട്ട് പറയണം എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് വിറ്റേ തന്നെ ഉപദ്രവിക്കാനായിട്ട് വരുവാണ്. അതുകൊണ്ട് തന്നെ ആ പെണ്ണിനെ പെട്ടെന്ന് മയക്കിയിട്ടും ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുവാണ്. കാരണം അവൾക്ക് വന്ന് ഷുഗർ ഭയങ്കര കുറവ്. അപ്പോൾ ഡോക്ടർ അവളൊക്കെ നോക്കിയിട്ട് പറയുന്നത് താണ്ടി ഇവളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ടാറ്റു ഉണ്ട്, മാത്രമല്ല ഇവളുടെ ബോഡിയുള്ള മാർക്കൊക്കെ കണ്ടിട്ട് ഇവൾ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇവളുടെ കാര്യത്തിൽ നിങ്ങൾ വന്ന് ഈ ഒരു മെൻ്റൽ സ്ഥിതിയിൽ അവളെ നിങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതിരിക്കുമെന്ന് നല്ലതെന്നൊക്കെ ഡോക്ടർ വന്ന് വിറ്റയുടെ പയ്യൻ്റെ അടുത്തും പറയുവാണ്. ഈ സമയത്ത് തന്നെ മിങ്ങൊരു കാര്യം വന്ന് പറയുകയാണ്, ഇവൾ വന്ന് ബാങ്കോക്കിൽ നിന്നൊന്നും വന്നതൊന്നുമല്ല, ഇവൾ വന്ന് ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തുള്ള പെണ്ണാന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ ഒരു പെണ്ണിനെ കാണാതായിട്ട് കുറച്ച് വർഷങ്ങളായെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവളുടെ അമ്മയുടെ അടുത്ത് പോയി എന്നിട്ട് താണ്ടി നിങ്ങളെ മോളെ കിട്ടിയിരുന്നുള്ള കാര്യങ്ങളും ഇൻഫോർമേഷനും എല്ലാം വന്ന് ഇവരെ അറിയിക്കുവാണ്. എന്നിട്ടാണെങ്കിൽ ചീഫിനെ കണ്ടിട്ട് വിറ്റയും പയ്യും പറയുകയാണ് ഇങ്ങനെ ഒരു ചൈൽഡ് ട്രാഫിക്കിംഗ് കേസ് ഉണ്ടായത് തന്നെ ലൂഗറിൻ്റെ കേസ് റിലേറ്റഡ് ആണ് എന്ന് പറയുന്ന സമയത്ത് ചീഫ് പറയണം ഇത് വന്ന് വളരെ നല്ലൊരു ത്രെഡാണ്, അവിടെ തന്നെ നിങ്ങൾ ഈ കേസ് റീഓപ്പൺ ചെയ്യാൻ പറയാം കേട്ടോ. എന്നിട്ടാണെങ്കിൽ ചീഫിൻ്റെ മുറിയിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് വിറ്റ ഭയങ്കര ഹാപ്പിയാണ്. വിറ്റ് പറയണം സൂപ്പർ, നമുക്കൊന്ന് ലൂഗറിൻ്റെ കേസ് റീഓപ്പൺ ആയല്ലോ എന്ന്. പക്ഷെ നമ്മുടെ ബൈൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കാരണം വിറ്റ് ഇപ്പോൾ അവൻ്റെ കൂടെ ഉണ്ട്, വിറ്റിക്കിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി നമ്മുടെ പയ്യൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. എന്നിട്ട് നമ്മുടെ വിറ്റിയും പയ്യും കൂടി നേരെ പോകുന്നത് ഇവരാണെങ്കിൽ അവരുടെ കൂടെ മറ്റേ ആ കൊച്ചിനെ കൊണ്ടു കിടക്കാനായിട്ട് പോയതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡി അതുപോലെ നിക്കിൻ്റെയും കൂടെ ലിങ്ങിനെ കാണാൻ വന്ന് കാണത്തില്ല. അതുകൊണ്ട് തന്നെ വിറ്റിയും പയ്യും കൂടി അങ്ങോട്ട് വരുവാണ്. അങ്ങോട്ട് വരുന്ന സമയത്തും നമ്മുടെ വിറ്റ അതുപോലെ തന്നെ നമ്മുടെ മിങ്ങും കൂടിയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് ബൈ ചോദിക്കുവാണ് നീ എങ്ങനെയുണ്ട് നിൻ്റെ സിറ്റുവേഷനൊക്കെ ചോദിക്കുന്ന സമയത്തും നമ്മുടെ ഈ ലിങ് പറയാണ് അതോ ഞാൻ സൂപ്പറായിട്ടിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ലെന്ന്. അപ്പോൾ എടുത്തോണ്ട് പോയേക്ക് പിന്നെ എന്തുകൊണ്ടാണ് നീ ഓഫീസിൽ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ലിങ് എന്നെ പറയണേ എനിക്ക് വന്നിട്ട് മിങ്ങിൻ്റെ കൂടെയുള്ളത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ബൈയും അവനൊരു സപ്പോർട്ട് പോലെ നിൽക്കുന്നത് കേട്ടോ. മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് വിറ്റയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മിങ്ങും തിരിച്ച് കയറി വരുന്ന സമയത്ത് മിങ്ങി ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു ബ്ലാങ്കറ്റ് പൊച്ചിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ആ ബ്ലാങ്കറ്റ് മാറ്റിയിട്ട് ചൂടിൽ വെള്ളം എന്താണ് എടുത്തിട്ടും അവൻ്റെ കാലൊഴിക്കാനായിട്ട് നോക്കുക. ആ സമയത്ത് അവൻ പെട്ടെന്ന് ചാടി എണീറ്റ് മാറുക. അപ്പോഴാണ് ബൈ ദൈവമേ ഇവനെ കൊളാക്കി വെച്ചല്ലോ എന്നുള്ള രീതിക്കാണ് ബൈ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ലിങ് മിങ്ങിൻ്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കാൻ തോന്നുന്നുണ്ട്, ഞാൻ തെറ്റ് ചെയ്താൽ സോറി, കള്ളം പറഞ്ഞാൽ സോറി എന്നൊക്കെ പറയുന്നെങ്കിലും മിങ്ങ് ദേഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ വിറ്റ പറയാണ് നീ ഇങ്ങനെയൊന്നും ഒരു നാടകം കളിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു, അവളോട് തുറന്നു പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളല്ലായിരുന്നു, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് വിറ്റ അവൻ്റെ അടുത്ത് പറയുവാണ്. അപ്പം ലിങ് ഒരു കാര്യം വിറ്റെടുത്ത് പറയുകയാണ് എനിക്ക് എങ്ങനെയാണോ മിങ്ങിൻ്റെ കാര്യത്തിൽ ടെൻഷൻ അതുപോലെ തന്നെ ബൈക്കും നിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ബൈയാണെങ്കിൽ ഓഫീസുള്ള സമയത്തും വിറ്റ് വന്ന് അവരോട് ചോദിക്കും നിനക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ പറയണം. അപ്പം നമ്മുടെ പയ്യൊന്നും പറയത്തില്ല കേട്ടോ. അപ്പോൾ വിറ്റ് ചോദിക്കുക സത്യം പറ നീ എന്തിനെ പറ്റി പേടിക്കുന്നു. അപ്പോഴും പയ്യൊന്നും പറയാത്തതുകൊണ്ട് വിറ്റ് പറയണം ശരി ഞാൻ നിന്നൊരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകട്ടെ. വേറെ ഒന്നുമില്ല ഇടി കൂടുന്ന സ്ഥലമില്ല അങ്ങനെ ഒരു സ്ഥലം, അവിടെ വെച്ച് നടക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫൈറ്റാണെന്നാണ് പേര്. പക്ഷെ അവർ റൊമാൻസ് ചെയ്തിട്ടൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഫൈറ്റൊക്കെ ചെയ്ത അവസാനം നമ്മുടെ ബൈ തന്നെയാണ് നമ്മുടെ വിറ്റയെ തോൽപ്പിക്കുന്നത്. ലാസ്റ്റ് അവരിയ്ക്കുന്ന സമയത്തും ബൈ ഇവൾക്കൊരു നെക്ലേസ് ഒക്കെ കഴുത്തിലിട്ട് കൊടുക്കുക. അതിലാണെങ്കിൽ ഒരു റിങ്ങും ഉണ്ട് കേട്ടോ, മറ്റേ മാരേജ് റിങ് പോലത്തെ ഒരു റിങ്ങും കൂടിയിട്ടുള്ള ഒരു നെക്ലേസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അന്ന് രാത്രിയാണെങ്കിൽ വിറ്റ വീട്ടിൽ വരുന്ന സമയത്ത് വാസു ആണെങ്കിൽ ഇവരുടെ അടുത്തൊരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറയുകയാണ് കണ്ടില്ലേ എൻ്റെ ഏറ്റവും വലിയ ശത്രു ഇവനാന്നും പറഞ്ഞിട്ട് കാണിക്കുക. അത് വേറെ ആരുമല്ല നമ്മുടെ ഉണ്ടല്ലോ, മൂവിൻ്റെ ഒരു കളിക്കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടൊരു ചെറുക്കൻ വന്നിപ്പോൾ ഇൻട്രോ ആയില്ലേ, ആ ഒരു ചെറുക്കനെ പറ്റി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചോദിക്കുവാണെങ്കിൽ ഇതാരാണ്, നിൻ്റെ ബിസിനസ്സിൽ ആരെങ്കിലും നിൻ്റെ എതിരാളികളും എല്ലാം ചോദിക്കുന്ന സമയത്തും വാസു അല്ലല്ല ഇത് മൂവിൻ്റെ ഒരു ഫ്രണ്ടാണ്, കണ്ടില്ലേ ഇവൻ ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നത്, മൂവിനെ പറ്റി എങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ്റെ സ്വന്തം എന്നുള്ള രീതിക്ക് എഴുതിയേക്കുന്നത്, ഇതൊന്നും കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ പറയണം നീ എന്തോ ഈ പറയുന്നത്, അങ്ങനെയൊന്നും കാണത്തില്ല എന്നൊക്കെ പറയാം. അപ്പോൾ വാസു പറയും നീ എന്തോ പറയുന്നത്, അവനെ കണ്ടതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളെൻ്റെ അടുത്ത് ബ്രേക്കപ്പ് പറഞ്ഞറിയോ, അവരെങ്ങാണ്ട് സെറ്റായെന്നാണ് തോന്നിയെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ പറയണം നിനക്ക് മൂവിൻ്റെ ക്യാരക്ടർ അറിയാതെ അവൾ അങ്ങനത്തെ പെണ്ണൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുക. എന്നിട്ട് വിറ്റ പറയണം നീ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കാണും, അതുകൊണ്ടാണ് അവൾ നിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുമാതിരി ബ്രേക്കപ്പ് പറഞ്ഞത്, അത് നീ നല്ലപോലെ ചിന്തിച്ച് നോക്കാൻ പറയുകയാണ് കേട്ടോ വാസുവിൻ്റെ അടുത്തും. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരാളെ വന്നിട്ട് കഴുത്തിൽ ഇഞ്ചക്ഷൻ ഇട്ട് മയക്കി കൊണ്ടുപോയത്, അയാൾ വന്നിട്ട് ലൂഗറിൻ്റെ ആളുകളാണ് കൊണ്ടുപോയിട്ടുള്ളത്. മാത്രമല്ല അയാൾ മയക്കത്തിന് എണീക്കുന്ന സമയത്ത് അയാളുടെ വയറിൻ്റെ അവിടെ എന്തൊരു ഓപ്പറേഷൻ ചെയ്യാൻ പോകാം. അപ്പോൾ അയാൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം, എന്നെ വെറുതെ വിടാവോ എന്ന് ചോദിക്കുന്ന സമയത്തും ആ ഒരു ലൂഗറിൻ്റെ ആൾ പറയണം നീ തരുന്ന പൈസയേക്കാളും ഞങ്ങൾക്ക് വലുത് നിൻ്റെ കിഡ്നിയാണെന്നും പറഞ്ഞിട്ട് അവൻ ആ ഒരു ഇതേ തന്നെ കുത്തി കീറി അവൻ്റെ കിഡ്നി എടുത്തുകൊണ്ട് പോയിട്ട് പാഴ്സൽ ചെയ്യോട്ടെ കാർ വഴി. അപ്പം അങ്ങോട്ട് വന്ന് കുറേ പെൺപിള്ളേർ ഒരു ഡ്രഗ്സ് എങ്ങാണ്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് കുറേ പെൺപിള്ളേരെ കടത്തിക്കൊണ്ട് വരുന്നുണ്ട്.
പിറ്റേന്നാണെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കും കേട്ടോ. അവിടെ വെച്ചിട്ട് നമ്മുടെ ബൈ ആണെങ്കിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ കയ്യിൽ വന്നിട്ട് ആ നാഗത്തിൻ്റെ ഒരു ടാറ്റു ഉണ്ടായിരുന്നു, അത് ലൂഗറിൻ്റെ അല്ലേ. മാത്രമല്ല ഇപ്പോഴാണെങ്കിൽ കുറേ റെഡ് സ്ട്രീറ്റിൽ കുറേ പെൺപിള്ളേരെ കാണാതാവുന്നുണ്ട്. മാത്രമല്ല കുറേ ഫോറിനേഴ്സ് അതുപോലെ യൂറോപ്യൻസ് അവരെല്ലാം വന്ന് മിസ്സിങ് ആവുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വന്ന് ലൂഗറിൻ്റെ കേസായിട്ട് ലിങ്ക്ഡ് ആണോ എന്ന് ബൈക്ക് ഡൗട്ട് ഉണ്ട്. ബൈ പറയണം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു മിഷനെ ഇറങ്ങി റെഡ് സ്ട്രീറ്റിൽ ഇറങ്ങാം. അതിൽ വന്ന് പെൺപിള്ളേരെല്ലാവരും വന്നിട്ട് മറ്റേ ഇതിന് ബാറിലൊക്കെ വരുന്ന ലേഡീസ് കാണത്തില്ല, നൈറ്റ് ക്ലബ്ബിൽ വരുന്ന, അങ്ങനെയും ആമ്പിള്ളേരെല്ലാവരും വന്നിട്ട് അവിടേക്ക് ഫോറിനേഴ്സിൻ്റെ രൂപത്തിലും വാം, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്രാവശ്യത്തെ ഈ ഒരു മിഷനിലൂടെ ഇതിന് പറ്റിയ ക്ലൂസ് അതുപോലെ എവിഡൻസ് എല്ലാം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തീരുമാനിക്കുകയാണ്. മാത്രമല്ല അന്ന് തന്നെ നമ്മുടെ വാസുവിനെ കാണിക്കട്ടെ. നമ്മുടെ മൂവിൻ്റെ ആ ഒരു ഷോപ്പിൽ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അവനാണ് ഏറ്റവും നേരത്തെ വന്നിട്ട് അങ്ങോട്ട് ഓരോ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂവിൻ്റെ ബ്രദറാണെങ്കിൽ ഇവനെ വിളിക്കാൻ നിൽക്കുന്ന മൂവ് അങ്ങോട്ട് വരും കേട്ടോ. മൂവ് അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ വാസുവിൻ്റെ അടുത്ത് പറയണം, നിങ്ങൾ നിന്നോട് വന്ന് നിങ്ങളെ ക്ഷണിച്ചില്ലോ. അവൻ്റെ അടുത്ത് ഒരു താല്പര്യം ഇല്ലാത്ത രീതിക്കാണ് സംസാരിക്കുന്നത്. അപ്പോൾ വാസു ആണെങ്കിൽ അവളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കാൻ നിൽക്കുവാണ്. എന്നിട്ട് ചോദിക്കണം, ഈ ഫോട്ടോ നിൻ്റെ അനുവാദം ഇല്ലാതല്ലേ അവനെ അങ്ങനെ പോസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ മൂവ് ചോദിക്കുന്ന കാര്യം, അറ്റ്ലീസ്റ്റ് അവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കണക്കൊന്നുമല്ല, സ്വന്തം ഗേൾ ഫ്രണ്ടിനെ മറ്റുള്ളവരുടെ മുന്നിൽ മാറ്റി പറയത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാം. അപ്പോഴാണ് വാസു ആലോചിക്കുക, മറ്റൊരു പെങ്കോച്ചിൻ്റെ അടുത്തും പറഞ്ഞു കാണുമല്ലോ എനിക്ക് ഗേൾ ഫ്രണ്ടിൽ നിന്നും. അപ്പോൾ നമ്മുടെ വാസുവിന് മനസ്സിലായി, അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് മൂവ് വന്ന് ഇവൻ്റെ അടുത്ത് പിണങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മൂവിനെ ഇരുത്തിയിട്ട് അതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, അവൾ ഇങ്ങനെ പ്രശ്നക്കാരിയാം, നിനക്ക് പ്രശ്നം വരുന്നു പേടിച്ചിട്ട് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്ന സമയത്ത് മൂവ് കുറച്ച് കൺവീൻസ് ആവും, കംപ്ലീറ്റ്ലി ഇല്ലെങ്കിലും അവൾ അവിടെ നിന്ന് എണീറ്റ് പോകട്ടോ. അപ്പോൾ വാസു ചെയ്യുന്ന കാര്യം വെച്ചാൽ അവിടെ അത്രയും പേരില്ലയോ അവരെയൊക്കെ മുന്നേ വെച്ചിട്ട് നമ്മുടെ മൂവിൻ്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞിട്ട് അവളെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് അവളെ കംപ്ലീറ്റ്ലി കൺവീൻസ്ഡ് ആക്കും കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ അധികം വൈകിക്കേണ്ട, നമുക്ക് കല്യാണം കഴിച്ചാലും ചോദിക്കുമ്പോൾ മൂവ് പറയണം, നീ എന്നെ കല്യാണം കഴിച്ച് നിന്നെ ബാക്കിയുള്ളവർ ചെറുതായി കാണത്തില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വാസു പറയാം, അതൊക്കെ ആളുകളുടെ കണ്ണിൽ, എൻ്റെ കണ്ണിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൂവിനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇപ്പോൾ കൺവീൻസ് ചെയ്തേക്കുവാണ് നമ്മുടെ വാസു. എന്നിട്ടാണെങ്കിൽ വാസു വിറ്റ വിളിച്ചിട്ട് പറയണം, അതെ ഞാൻ കല്യാണം കഴിക്കാൻ പോകാമെന്ന്. അപ്പോൾ വിറ്റ പറയണം, വാസു കൺഗ്രാജുലേഷൻ, അവൾ അത്രയും ഹാപ്പി ആട്ടോ. എന്നിട്ട് പറയാണ് വാസു, അത് വന്നിട്ട് എൻ്റെ മൂവ് വന്നിട്ട് എൻ്റെ പ്രപ്പോസൽ അംഗീകരിച്ച് ഞങ്ങൾ വന്നിട്ട് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് പോയി, ഇനി അധികം ലേറ്റ് ആക്കുന്നില്ല, ഇപ്പോൾ തന്നെ കല്യാണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഇനിയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലിങ്ക് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലിങ്ക്, അപ്പോൾ അവനെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ലിങ്ക്, അവൻ്റെ അടുത്തേക്ക് നേഴ്സ് വന്ന് ചോദിക്കണം, ഇവിടെ ഇപ്പോഴും ഒരു പെങ്കൊച്ചില്ലായിരുന്നു, അവൾ എവിടെയും ചോദിക്കുന്ന സമയത്ത് പറയണം അവൾ ഇച്ചിരി ബിസി ആവുകൊണ്ട് അല്ലാത്തത്. അപ്പോൾ നേഴ്സ് പറയും, അവൾക്ക് എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കും, നല്ലൊരു പെങ്കൊച്ചാണെന്ന് പറഞ്ഞിട്ടൊക്കെ നേഴ്സ് പോകുന്നത്. ഇവനാണെങ്കിൽ അവൾക്കാണെങ്കിൽ നിരത്തി പിടിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒന്നിന് പോലും അവൾ റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് നിൽക്കുകയാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ഫോൺ വാങ്ങിച്ച് ആ ഒരു മെസ്സേജസൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അതിങ്ങനെ സീനിന്ന് കാണിക്കുമല്ലോ. അത് കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ലിങ്ങിനെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ, അതേ ഞങ്ങളിങ്ങനെ മിഷന് പോവുക, അതുകൊണ്ട് നീ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും നിൽക്കണ്ട, പിന്നെ കൂടുതൽ കാര്യമൊന്നും നമ്മൾ നിൽക്കുക വന്ന് ലിങ്ങിൻ്റെ അടുത്ത് പറയുന്നില്ല, എന്നിട്ട് ഫോണും കട്ടാക്കുവാണ്. അപ്പോൾ നമ്മുടെ ലിങ്ങിനാണെങ്കിൽ ടെൻഷൻ ഉണ്ട്, കാരണം മിങ്ങ് പോവാണ്, മിങ്ങിന് ഇനി എത്ര വലിയ റിസ്ക് ഉള്ള മിഷനാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആ കാര്യത്തിൽ ലിങ്ങിനും ടെൻഷനുണ്ട്. അതുകൊണ്ട് അവൻ അപ്പം തന്നെ ഒരു ഹോസ്പിറ്റലിൽ ഇറങ്ങി വരുക കേട്ടോ. ഇനി അന്ന് രാത്രി കാണിക്കും, നമ്മുടെ ഹാനാണെങ്കിൽ കുറച്ച് രൂപം അവൻ്റെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ലൂഗറിൻ്റെ കേസിൻ്റെ ഫയലൊക്കെ നോക്കിക്കൊണ്ട് ഈ ഒരു നൈറ്റ് ക്ലബ്ബ് പോലത്തെ സ്ഥലം പറഞ്ഞില്ല, അതിൻ്റെ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടേക്കാണെങ്കിൽ ഈ ഫോറിനേഴ്സിൻ്റെ രൂപത്തിൽ നമ്മൾ നിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം നിക്കാണെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു കേസിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഒരാൾ വന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഇവൻ്റെ അടുത്തുള്ള ആ ഒരു പെങ്കൊച്ചിനെ അയാൾ വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ ഇത് കണ്ടോണ്ട് നിൽക്കുകയാണെങ്കിൽ നാളെ ക്യാപ്റ്റൻ പയ്യൻ്റെ അടുത്ത് ആ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് പറയുകയാണ്, അതേ എൻ്റെ അടുത്തൊരു പെങ്കൊച്ചുണ്ടായിരുന്നു, അതിനെ പെട്ടെന്ന് ഒരാൾ വിളിച്ചുകൊണ്ട് പോയെന്ന് പറയാണ്. ഇതേ സമയം നാളെ വിറ്റയും ഇങ്ങനെയും കാണിക്കുക കേട്ടോ. അവരാണെങ്കിൽ മറ്റേ ആ ഒരു നൈറ്റ് ക്ലബ്ബിലൊക്കെ വരുന്ന ലേഡീസിൻ്റെ പോലെ അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരൊരാൾ വന്ന് അപ്രോച്ച് ചെയ്യുക. എന്നിട്ട് പറയണം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് കാർഡുള്ളൊരു സ്ഥലമുണ്ട്, അവിടെ വന്ന് ഫുഡ് കഴിച്ച ഡിസ്കൗണ്ട് ആണ്, അതുപോലെ അവിടെ കുറേ ഫോറിനേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്തും ഇവരയാൾ കൂടെ പോകാൻ നിൽക്കുക. അപ്പോൾ വേറെ ഒരാൾ വന്ന് കോട്ടൊക്കെ ഇട്ടുള്ള ഒരാൾ വന്നിട്ട് ഈ വരുന്ന സമയത്ത് ഇവർ ആദ്യം അപ്രോച്ച് ചെയ്ത ആൾ ഓടിപ്പോവാ കേട്ടോ. അപ്പോൾ നമ്മൾ മിങ്ങോ അതുപോലെ വീട്ടിൽ ചോദിക്കുക, അയാൾ എന്തെങ്കിലും ഓടിപ്പോയെന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കോട്ടിട്ട് വന്ന ആൾ പറയണം, അത് വേറെ ഒന്നുമില്ല, അവൻ നിങ്ങൾ ട്രിക്ക് ചെയ്തതാണ്, നിങ്ങളെങ്ങാനും അവൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ നല്ല പണിയായാനെ, അവൻ നിങ്ങളടുത്ത് വല്ല ഡിസ്കൗണ്ട് കാർഡിൻ്റെ കാര്യം വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് വിറ്റ പറയണത്തെ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഇവൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിങ്ങളെ കൊണ്ട് നന്നായി കുടിപ്പിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങളൊരു മയങ്ങുന്ന വരെ കുടിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു ഹൈ ബില്ല് തരും, നിങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല, ലാസ്റ്റ് നിങ്ങൾ പ്രോസ്റ്റിറ്റ്യൂഷന് വേണ്ടി
വേണ്ടിയിട്ട് അവൻ നിർബന്ധിക്കുക, അത് അവൻ്റെ പ്ലാൻ എന്ന് പറയട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഞങ്ങൾ രക്ഷിച്ചല്ലോ. അവിടെ തന്നെ ഇവരുടെ കൂടെയാണ് പിന്നെ വിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മിങ്ങും പോകുന്ന സമയത്ത് ഇവർ ശരിക്കും പറഞ്ഞാൽ മിഷന് വേണ്ടി വന്നതല്ലേ. അതുകൊണ്ട് തന്നെ ഇവർ ഒറ്റയ്ക്ക് കിട്ടിയാലല്ലേ കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാം ക്ലൂസ് എവിഡൻസ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് മിങ്ങ് പറയണം, ഞാൻ ഈ ഹോട്ടലിൽ വെച്ച് എൻ്റെ ഹാൻഡ് ബാഗ് മറന്നാൽ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് മിങ്ങ് പോവാം. ആ സമയത്ത് വിറ്റിയാണെങ്കിൽ ഇവൻ്റെ അടുത്ത് ഓരോ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ആ സമയത്തും ഒരാൾ വന്ന് ഇവൻ്റെ അടുത്ത് വന്ന് ഒരു സ്ഥലം ചോദിക്കും. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവിടെ നീങ്ങുന്ന സമയത്ത് ഈ ഒരു കോട്ടിട്ട ആളുടെ നെഞ്ചത്ത് വന്നിട്ട് ആ നാഗത്തിന് ടാറ്റു വന്നിട്ട് വിറ്റ് കാണും. അപ്പോൾ വിറ്റിക്ക് മനസ്സിലാവും ഇയാൾ വന്ന് ലൂഗറിൻ്റെ ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോറിനർ പോയി കഴിയുന്ന സമയത്ത് വിറ്റ് പറയണം, എനിക്ക് വന്ന് ഇച്ചിരി കാമായിട്ടുള്ളൊരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതിനിപ്പോൾ എന്താ ഇപ്പോൾ കാണിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇയാൾ വന്നിട്ട് വിറ്റിയും കൊണ്ട് അകത്ത് കൊണ്ടുപോകട്ടോ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം വന്നിട്ട് വലിയ ശരിയൊന്നുമല്ല, ഭയങ്കര മിസ്റ്റീരിയസ് ആണ് അവിടെയുള്ള ആൾക്കാർ. മാത്രമല്ല അങ്ങോട്ട് വന്നിട്ട് നമ്മുടെ ഹാൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് നിൽക്കുന്നത്, അവൻ വന്ന് അകത്ത് കയറാൻ നിൽക്കുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ അവൻ വേറെ എന്തോ ഒരു കാർഡ് കാണിച്ചിട്ടാണ് ഹാൻ അകത്ത് കയറുന്നത്. മാത്രമല്ല ഓൾറെഡി നമ്മുടെ നിക്ക് അതുപോലെ തന്നെ ക്യാപ്റ്റൻ ബൈ രണ്ടുപേരും ഫോറിനേഴ്സിൻ്റെ വേഷത്തിൽ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ റിയൽ ആയിട്ടുള്ള ലൂഗർ അവിടെ നിന്നിട്ട് അവിടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, ആ ഒരു ഡ്രസ്സ് ഇട്ട ആളെ കണ്ടില്ലേ, മീൻസ് നമ്മുടെ ക്യാപ്റ്റൻ ബൈനെ അതുപോലെ നിക്കിനെ ഉദ്ദേശിച്ച് പറഞ്ഞു, അവർ രണ്ടുപേരും പോലീസുകാരാണ്, അതുകൊണ്ട് ഒരു പെൺപിള്ളേരോടും അവരെ അപ്രോച്ച് ചെയ്യരുതെന്ന് പറയുവാണ്. സീനോട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.